ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓൾറെഡി ഒരു കല്യാണത്തിന് പോയിട്ട് വന്നതാണ് ഗൈസ്. അപ്പോൾ ആ വ്ളോഗ് നിങ്ങൾ ചെറിയൊരു യാത്ര എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നേരെ നമ്മൾ തിരുവനന്തപുരത്ത് പോവാണ്. എന്താ തിരുവനന്തപുരം കാണാനാണോ? അല്ലേ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ കസിൻ്റെ ഒരു കല്യാണമാണ്. അപ്പോൾ നമ്മൾ ആക്സിഡന്റിന് ശേഷം ഞാനും ഇവളോട് ഒരുമിച്ച് വന്നൊരു കല്യാണമാണ്. പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം, നമ്മള് പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഇരുന്നതാണ്. ഇന്നലെ തന്നെ ബ്ലൗസ് ഒക്കെ തയ്പ്പിച്ചത് നമ്മുടെ സ്വന്തം ബ്രാൻഡിന്റെ സാരിയാണ്. പ്രമോഷൻ പിന്നെ പറയണേ, എന്റെ സുന്ദരമായ സാരികൾ പ്രേക്ഷകരുടെ മുന്നിലോട്ട് എത്തിക്കണ്ടേ? പിന്നെ ഞാൻ മാത്രം ഉടുത്താ മതിയോ അല്ലേ? നിങ്ങൾക്ക് വേണ്ടേ? അപ്പം അതുകൊണ്ട് ചേച്ചിയെ കൊണ്ട് ഇന്നലെയാണ് ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തത്. ഞാനങ്ങ് പറയുമായിരുന്നു, പെട്ടെന്നെടുത്ത തീരുമാനം. പച്ച മാച്ചിങ് കിട്ടും. പച്ച കിളിപ്പച്ച അവനിടാത്തത് കൊണ്ട് നമുക്ക് ഫ്ലൂറസെന്റ് പച്ചൊന്നും പറ്റത്തില്ല. പക്ഷെ നല്ല കളറാണ്, വെറൈറ്റി കളറല്ലേ. സാരിക്ക് നല്ലതാ, ഷർട്ടിന് നല്ലതാ. അത് ഡിസൈൻ വരണം എന്നേ ഉള്ളൂ. അടുത്തൊരു തീരുമാനമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇച്ചിരി താമസിച്ചു. നമ്മൾ 8 മണിയായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ KCB നമ്മളെ ചതിച്ച്. KCB ആരും ചതിച്ചില്ല, ഞാൻ എന്നെ ചതിച്ചു. രാവിലെ 6 മണിക്ക് കറണ്ട് പോയി, എന്നെ താളം തെറ്റിച്ചു. എന്നിട്ട് ഒരുക്കാൻ ഒന്നും ശരിയായില്ല ഗൈസ്. കണ്ണി ലെൻസ് വെച്ച് കഴിഞ്ഞാൽ കാണത്തില്ല എന്നാ എന്നാ വെക്കാതിരുന്നോണ്ട് എനിക്ക് ഇഷ്ടം. പക്ഷെ കണ്ണി ലെൻസ് വെക്കുന്നത് എനിക്ക് സംതൃപ്തി കിട്ടില്ല. ഇനി അവിടെ എത്തുന്നതിന് തൊട്ടര മിനിറ്റ് മുന്നേ നിർത്തി ഒരുങ്ങ. ഇതൊക്കെ ഞാൻ പറയണ്ടേ, ഇതൊക്കെ അറിയണ്ടേ? എല്ലാരും ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഇടും. ദൈവം സഹായിച്ച എനിക്ക് കിട്ടത്തില്ല. ഞാൻ ചുമ്മാതാ ഗെറ്റ് റെഡി വിത്ത് മീ ഇടുന്നത്. നിങ്ങൾ കാണിക്കുന്നൊക്കെയാണ് നിങ്ങളെ പറ്റിക്കുക. ഞാൻ അതൊക്കെ വെറുതെ അത് പോയി കഴിഞ്ഞിട്ട് ചുമ്മാ ഒരുങ്ങിയ കാണിക്കുന്നത്. എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ പറ്റാറേ ഇല്ല. എന്തൊക്കെ വ്ലോഗ് എടുക്കാൻ മറന്നുപോയി ഗൈസ്. നമ്മള് 3 പേരാണ് പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് വിളിച്ചായിരുന്നു. ഞാനും അച്ചാച്ചനും പിന്നെ യദുഗസിന്റെ കസിൻ ആയതുകൊണ്ട് എന്തായാലും പോണമല്ലോ. അതുകൊണ്ട് വിളിക്കേണ്ട, ഒഫീഷ്യലായി വിളിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അമ്മയും കാത്തും ഒക്കെ ഇന്നലെ പോയി. തലേദിവസം അമ്മയാ കാറ്ററിങ് പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയണമെന്ന് പറഞ്ഞു. പ്രഭ മനോജിന്റെ വകയാണ് കാറ്ററിങ്. അപ്പം ആ കാറ്ററിങ് ഇപ്പം നമ്മുടെ അടുത്തോ ഒത്തിരി ദൂരത്തോ ഉള്ള എല്ലാ കല്യാണ വർക്കുകളും സ്വീകരിക്കുന്നു. നമ്പര് പറ, കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൊടുക്ക്. കല്യാണത്തിന് എല്ലാരും ഉണ്ടോ ബന്ധുക്കാരൊക്കെ ഒന്ന് ചെല്ലുമ്പോ അറിയാം. ഇതൊക്കെ ഒന്നും മിണ്ടുന്നില്ല. വീട്ടിൽ ചെല്ലുമ്പോ അവന് കഴിക്കണമല്ലോ, അതുകൊണ്ട് അവനൊന്നും മിണ്ടുന്നില്ല. നീതുമോക്കൊട്ടും വയ്യ. വണ്ടിയെ കേറിയ അപ്പൊ എന്റെ നീതുമോക്കൊരു വാളോ ഉള്ളതാ. നീതുമോളെ 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 സ്തുതിയച്ച ഒരുങ്ങിയേക്കുന്നത് കണ്ടോ? അവിടെ പെണ്ണ് മാറി നിക്കണം, ആൾക്കാര് തൊഴണം അവളെ കണ്ട്. അതവളുടെ ലക്ഷ്യം ഇന്നത്തെ. ഇവിടെ ചെല്ലുമ്പോഴത്തേന് എല്ലാം മടങ്ങി നൂർന്ന് ഞാനും ഒരു കോലമാകും. അടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇത് ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മുടെ അടുത്തുനിന്ന് എന്തോരം ദൂരം ഉണ്ടെന്നറിയാവോ നമ്മള്. പക്ഷെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ അവിടാ. പക്ഷെ നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ മഴയാണ് കണ്ടോ. ഞാൻ പറഞ്ഞോണ്ടിരുന്നപ്പോ മഴ കാണിക്കുന്നു. പ്രേക്ഷകർ എന്നെ കാണാനാ വിളിക്കുന്നത്, മെസ്സേജില്ല വ്ലോഗ് ചെയ്യുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് മഴ കാണാണെങ്കിൽ പുറത്തിറങ്ങി കണ്ടാ പോരെ. അത് കൊള്ളാം, മഴ കാണിക്കുന്നു. ഞാനിവിടെ വലിയ അടുത്ത് കാര്യം പറഞ്ഞോണ്ടിരിക്കുക. വിളിച്ചിട്ട് ഓവറാ പറ. ഇന്നലെ എന്റെ മുടിയും താടിയും വെട്ടി. ആദ്യം മുടി വെട്ടിയപ്പോ കുഴപ്പമില്ല, എന്തൊക്കെ ചെയ്ത്. അതിനുശേഷം താടി ചെയ്തു, കുഴപ്പമില്ല. ഇപ്പൊ ജ്യോതിക മീശ ഇച്ചിരി കൂടുതലാണ്. ഇച്ചിരി ഭയങ്കര കൂടുതലായിരുന്നു. കുറെ നാളായില്ലായിരുന്നു എടുത്തിട്ട്. ആ മീശ ഒന്ന് ഷേപ്പ് ചെയ്ത് കണ്ടോ. ആക്സിഡന്റ് പറ്റിയപ്പോ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു ഗൈസ്. ഇവിടെ മൂക്കിന്റെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ കാണാം. അപ്പൊ ഞാൻ ഷുക്കൂറിനെ പോലെ
അൽഹംദുലില്ലാഹ്. ഇവിടുന്ന് ഇനി 50 കിലോമീറ്റർ. അവിടെ കല്യാണം 11:50. നമ്മൾ 12 മണിയാകുമ്പോ എത്തുമായിരിക്കും. സ്ഥിരം പരിപാടി. ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുമെന്ന് സ്വന്തലയാ നോക്കിട്ട് അവരുണ്ടെന്നുണ്ടെങ്കിൽ നിർത്തണേ. ആരാ നൊങ്കിന്റെ അവര്? കൊട്ടാരക്കരക്ക് ഇപ്പുറമാണോ കൊട്ടാരക്കര കഴിഞ്ഞിട്ടാണോ എന്തുവാ അടിപൊളിയായിട്ട് എടുത്തു തരും. ഇപ്പൊ എത്ര ഉണ്ടടാ? ഇപ്പൊ എത്ര ദൂരം കാണിക്കുന്നേ? ഇനി 50 കിലോമീറ്റർ, 1.5 മണിക്കൂർ. ഞാൻ പുറമോട്ട് മുടി വളർത്തുക. ഫ്രണ്ടിൽ ഇവിടെ ഒന്നും ഇല്ല, കഷണ്ടിയാ. അപ്പൊ പുറകിലുള്ളതങ്ങ് വളർത്താന്ന് വെച്ചു. എന്താ പറയുന്നത്? അതേ സെയിം തന്നെ ഞാനും അങ്ങനെ വളർത്തും. പിന്നാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മുടെ വീട്ടില് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. യദുകൃഷ്ണൻ വെല്ലൂര് പോയ സമയത്ത് ഇതേപോലെ വീട്ടിൽ വന്നിട്ട് നമ്മളെ കാണാൻ പറ്റാതെ ഒരു ലെറ്റർ അന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ സർജറിയും കാര്യങ്ങളും അതിന് കുറച്ച് ടെൻഷനും കാര്യങ്ങളും കുറെ നാള് കഴിഞ്ഞിട്ടാണല്ലോ അവനൊന്ന് കുറച്ചൊക്കെ ഇതായത്. അപ്പൊ അതിന്റെ ഇതൊക്കെ ആയിട്ട് നമ്മളത് ശരിക്കും വിട്ടുപോയായിരുന്നു. എന്നിട്ട് ഇന്നലെ അവരിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ആന്റിയും ആ ആന്റിയുടെ കസിനും അങ്ങനെ എന്തോ. പക്ഷേ നമ്മുടെ ഏറ്റവും ഇഷ്ട കാര്യങ്ങള് നമ്മുടെ ഇപ്പം എന്റെ ചേട്ടന്റെ കല്യാണം ആട്ടെ, എല്ലാം നമ്മ വീൽ ചെയർ നമ്മള് ഗജമേളയ്ക്ക് പോകുന്നാട്ടെ എല്ലാം നമ്മളോട് ഇങ്ങോട്ടും ഇങ്ങനെ അതങ്ങനെ ചെയ്തില്ലായിരുന്നു, അതിങ്ങനെ ചെയ്തില്ലായിരുന്നു, ഇപ്പോഴും ട്യൂബിൽ തന്നെയാണോ യൂറിൻ എടുക്കുന്നത്, അങ്ങനെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള നമ്മുടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ എടുത്തു വന്നപ്പോ നമുക്ക് തന്നെ അത് ഭയങ്കര കാര്യം. നമ്മളെ അത്ര സ്നേഹിച്ചുകൊണ്ടാണല്ലോ ആന്റി ഇതുപോലെ ഏറ്റുമാനൂരിന്നാ വന്നത്. അപ്പൊ അത്രയും ദൂരത്തുനിന്നൊക്കെ നമ്മളെങ്ങനെ കാണുന്നവരുണ്ടല്ലോ, നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ എന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷം. ആന്റി ഇനിയും വരാന്ന് പറഞ്ഞു. ആന്റിയെ കണ്ടതിൽ നമുക്കും ഭയങ്കര സന്തോഷം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. കുറെ സംസാരത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യോ അങ്ങനെ പറഞ്ഞത് കേട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ കുറെ നേരം സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ വ്ലോഗും ആ ആന്റി കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അല്ലേടാ, താങ്ക് യു സോ മച്ച്. താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടി ഉറങ്ങേണം, വാവു വാവേ എന്നും മതസമ്മാനം ഇങ്ക് തരം മേലേ അങ്കനിലാക്കിണ്ണം തന്ന ചാർത്താൻ ബീറ്റാണോ ചാർത്താൻ ചന്ദനം നിന്റെ താനതരന്തര തുന്തര തന്തര എവിടെയെങ്കിലും പോകാൻ വണ്ടിയിൽ കയറിയ അപ്പം കുറച്ച് മുന്നേ വരെ വാള് വെക്കാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പടായി. നമ്മളങ്ങനെ എത്താറാവുന്നു. ഇനിയും 10 കിലോമീറ്ററോടെ ഉള്ളൂ. ഇടയ്ക്ക് ലേറ്റ് ആയി, പണി കിട്ടി. വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയി ഗൈസ്. അവിടെ എല്ലാം സെറ്റാക്കുക. എനിക്ക് കുറച്ച് പുട്ടി തേക്കണം ഇനി, മീൻസ് സൺസ്ക്രീൻ ഗൈസ്. സൺസ്ക്രീൻ ഇടണം. രാജിക്കാർ മൊത്തം പുട്ടിയാ. അതിപ്പോ കുറച്ച് മുന്നേ കണ്ട ഡ്രസ്സാണോ ഗൈസ് ഇത്? അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഭയങ്കര ട്രാഫിക്കാ. അതിനിടയ്ക്ക് അച്ഛൻ 3 തവണ വഴി തെറ്റിച്ചു. മൊത്തത്തിൽ പ്രശ്നമാ. അപ്പൊ കല്യാണം കഴിഞ്ഞു, സദ്യ കഴിക്കാം അല്ലേ? സദ്യ കഴിക്കാം നമുക്കിനി. പൊതുവെ ഇതാണ് നല്ലത് അല്ലെ? പൊതുവെ ഇതാണ് നമ്മുടെ രീതി. താമസിച്ചേ ചെല്ലുള്ളൂ, വീട്ടിൽ നിന്ന് താമസിച്ച് ഇറങ്ങുള്ളൂ. അത് ഇവിടെ ഉദ്ദേശിച്ച അതിനാ ഞങ്ങള് കൊറേ നല്ല നമ്മൾ എത്താറായി. ഏതാ സ്ഥലം? വർക്കലടി, കൊല്ലം ഡിസ്ട്രിക്ട് ആണ് ഇത്. തിരുവനന്തപുരം വർക്കല മണ്ടബുദ്ധി. നമ്മളിവിടെ കല്യാണത്തിനെത്തി.
കല്യാണം എല്ലാം തീർന്നു, കഴിച്ചും കഴിഞ്ഞ എല്ലാരും. ഇനി ഇവിടെ എങ്ങനെ ഇറങ്ങുമെന്ന് ആലോചിച്ചിട്ടാ നാണക്കേട്. ഈശ്വരാ. നമ്മൾ കല്യാണത്തിന് മണ്ഡപമൊക്കെ ക്ലിയർ, ഓൾ ക്ലിയർ. അതിനിടയ്ക്ക് ക്യാമറ കാണിക്കുമ്പോൾ അവള് ക്യാമറയെ അവളുടെ മുഖം നോക്കുക. ഇതാണ് പെണ്ണ്. ഹലോ, ഇതാണ് ചെറുക്കൻ. എന്തുകൊണ്ട് എന്നെ ബ്ലോഗ് ടാറ്റ പറഞ്ഞു. ഇത് അനിയത്തിയാണോ നിന്റെ ചേച്ചി? ഹലോ ഹലോ ചേച്ചി. ഹലോ, ഇതാണ് ഗൈസ് പൊന്നു. ഞങ്ങള് വന്ന് ഗൈസ് കല്യാണത്തിന്. നീ എന്തൊന്നും പറയാത്തെ? എന്തിയാ നിന്റെ ചേച്ചി? നിന്റെ സ്കൂൾ എങ്ങനെ പോകുന്നു? ഇവന്റെ ഹൈറ്റ് ഡിഫറൻസ് കാണണമെങ്കിൽ ഇത് കണ്ടോ, ഇവളെ കാണുന്നില്ല. ഇതെന്തുവാട് ഇത്? നീ എന്താ തിന്നുന്നേ? കമ്പും കോലുമല്ലോ. ഇത് പന്തക്കോല് പോലെ ഒരുത്തൻ മനുഷ്യൻ. ജ്യോതി വെച്ച പ്ലിങ് അടിച്ചിരിക്കുക ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ അത്രയും ദൂരം ചുരിദാർ വല്ല ഇട്ടാ മതിയായിരുന്നു. പിന്നെന്താ, എന്താണ് താങ്കൾ സാരി എടുക്കാൻ കാരണം? സാരി കച്ചവടം ഉള്ള ഞാൻ പിന്നെ സാരി ഇട്ടോന്ന് പറഞ്ഞില്ലേ, നാട്ടുകാർ ചോദിക്കത്തില്ല നീ പിന്നെ സാരി എന്താ ബാക്കിയുള്ളവരെ ഇടിപ്പിക്കാനാണ് ഞങ്ങൾ അങ്ങനെ കഴിക്കാനായിട്ട് നീ ഞങ്ങളിനി കഴിക്കണം ഗൈസ്. ഞങ്ങള് ഇതിൽ 2 മൈലാഞ്ചി അടിച്ചു കൊടുത്ത ഞാനാ കാണിച്ചോട്ടെ. നീ അത് പറഞ്ഞത് കിട്ടിയില്ല. ഇതിൽ 2 ഫോട്ടോ മെൻഷൻ ചെയ്യും. യാദിക ബൈജോ. എല്ലാരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തൊരു വൃത്തികെട്ട ഇടലായിട്ട്. ഇവളിവിടെ ഏട്ടത്തെയും കൂടെ ഇട്ടതാ. ജ്യോതികച്ച കഴിക്കുന്നില്ലേ? വിശക്കുന്നെനിക്ക് ആവി എടുക്കുന്ന അതിനെക്കാട്ടിന്. സദ്യ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അതെന്റെ പല്ല് പറയും. എന്താ അതെന്റെ പല്ല് പറയും? പല്ലൊന്നും പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് സദ്യയൊക്കെ കണ്ട്, കല്യാണം നമ്മൾ കണ്ടില്ല പക്ഷെ സദ്യ കഴിച്ചു ഗൈസ്. സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും കുറച്ച് സംസാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. വന്നപ്പോ എങ്ങനെയായിരുന്നു? ദേവിയെ പോലെ ആയിരുന്നു, ഇപ്പൊ പൂതനെ പോലെ ആയിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇതെല്ലാം ഞാൻ ഇവിടെ വെച്ച് അഴിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ആവി എടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഛർദ്ദിക്കുന്ന പ്രശ്നം അതുകൊണ്ട് കുറച്ച് ജനല് തുറന്നിട്ടേക്കുവാണ് ഗൈസ്. ഇതൊക്കെ കേൾക്കുന്നുണ്ടോന്ന് അറിഞ്ഞുകൂടാ. നമുക്കിനി പോകുന്ന വഴി ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുവാണ് നമുക്ക് കാണിക്കാം. ഇതൊരു എന്താ ചോദ്യം? ഉള്ളിവട തിന്നും, മുളക് ബജി തിന്നും. ഫുഡ് കണ്ട വ്ലോഗ് മറക്കുന്ന വ്ലോഗേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങള് ശരിക്കും എന്താ നിനക്കെന്ത് കുറച്ചെങ്കിലും ഇത് വേണ്ടേ ഉത്തരവാദിത്തം അല്ലേ? ഇറസ്പോൺസിബിൾ ലേഡിയാ ജ്യോതി അജയ് വന്നു ഗൈസ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാന്ന് പറഞ്ഞു. വണ്ടി ഓഫായി ഓടി കിടക്കുക. എന്താ പ്രശ്നം അറിയത്തില്ല. വണ്ടി മേടിച്ചിട്ട് ഇപ്പം 2 വർഷം ആയില്ല. അപ്പം അപ്പം ഇതുവരെയും അങ്ങനെ പറ്റേണ്ടതല്ല. കാരണം ബാറ്ററി എങ്ങനെ പോയാലും 2 വർഷമെങ്കിലും ഉപയോഗിച്ചാൽ പറയാനാണോ പറഞ്ഞത്? പെട്ടു. ഇത്ര ഉള്ള സംഭവം കണ്ടോ. മൊത്തം വണ്ടി ഓഫായി, മുടിഞ്ഞ മഴ, ഒന്നും കാണുന്നുമില്ല. കെട്ട അവസ്ഥ. ഇവിടെ അടുത്താണ് ബാറ്ററിയുടെ ശരിയാക്കുന്ന കട എവിടെയാന്ന് അറിയത്തില്ല. ഒരു അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട്, അറിയത്തില്ല ഇനി എന്തു ആവുമെന്ന്. അമ്മയ്ക്ക് പ്രസവന മൂക്ക് വീണമായ നമുക്ക് അവിടെ ഒരു കുഴപ്പമില്ല. ഫോണിന്റെ ചാർജ് ചെയ്താൽ വരെ ജ്യോതിക ഇനി ഓണായിരിക്കും. അത് തന്നെയല്ല, അവള് വണ്ടി ഓഫ് ആയപ്പോ അവള് ഹാപ്പിയായി. ഇത്രയും നേരത്തെ സന്തോഷം. ഇപ്പൊ ഞങ്ങള് വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോ ജ്യോതിക വേണേ ഓട്ടോയിൽ പോയി വേണേ പോയി വിളിച്ചോണ്ട് വരാൻ. അല്ലെങ്കിൽ ഇത് പിടിക്കാൻ എന്താ ഊബർ വിളിക്കാം. ഇവിടെ അവള് ഊബർ വിട്ടേക്കുന്നല്ലേ. ഇവിടെ കാലിയോട്ടം കിട്ടിയ ഭാഗ്യം. അപ്പഴാ ഊബർ. പിന്നെ റോഡ് സൈഡാ. രാത്രി ആകുന്തോറും റിസ്ക് ഫാക്ടർ കൂടിക്കൊണ്ടിരിക്കും. പോയി ചെന്നാ വിളിച്ചോണ്ട് പോവാ. വണ്ടി വന്നതൊന്നും കാണിച്ചില്ല ഗൈസ്. ഒരു ചേട്ടൻ പെട്ടെന്ന് വന്നു.
പെട്ടെന്ന് വന്നതല്ല, അച്ഛൻ വിളിക്കാൻ പോയി. കഷ്ടം ഇവൻ പറയുന്ന പറച്ചിൽ കേട്ടോണ്ട്. ഇവൾ ഇവിടെ നിന്ന് ചിരിക്കുന്ന, വണ്ടി ഇവിടെ ഓഫായി ഇവിടെ ഇരിക്കുക. കാര്യണോ ഞാൻ? ഇവള് എന്നിട്ട് നമുക്ക് റീൽസ് എടുക്കാമെന്ന്. ഞാൻ റീൽസ് എടുക്കാന്ന് പറഞ്ഞ സമയം കളയണ്ടല്ലോ. അത് കൊള്ളാം, അത് കൊള്ളാം. എന്നിട്ട് അങ്ങനെ ഇപ്പൊ വണ്ടി ശരിയാക്കിയില്ല, എന്തോ ചെയ്തു. ജമ്പർ വെച്ച് വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ട് ഇപ്പൊ ഗൈസ് തിരിച്ചു പൊക്കോണ്ടിരിക്കുക. ഭയങ്കര മഴ, ഒരു രക്ഷയില്ലാത്ത മഴയാ ഗൈസ്. അങ്ങനെ നമ്മള് ഇത്രയും ആവശ്യതയൊന്നും കുറച്ച് മുന്നേ വരുന്ന വ്ലോഗ് എടുക്കും. അങ്ങ് ആവശ്യത ഗൈസ്, നമ്മള് പുതിയ ബാറ്ററി ഒക്കെ മാറി വണ്ടിയുടെ. ഇതിന്റെ ബാറ്ററിയാണോ മാറിയത്? ഗൈസ് ബാറ്ററി മാറി. രാജീക്കാർ ഭയങ്കര റിച്ച് ആയതുകൊണ്ട് പുതിയ ബാറ്ററി ഇന്ന പിടിച്ചോ വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാരൊക്കെ പറയുമ്പോ വിചാരിക്കട അച്ഛൻ ഭയങ്കര റിച്ച് ആണ്. പാവപ്പെട്ടവനാ ഗൈസ്. കടങ്ങളും പരിവട്ടങ്ങളും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥ തന്നെ വേണം ഇവർക്ക് സ്പോട്ടില്. അതുകൊണ്ട് നമുക്ക് രാജീക്കാർ ഒരു ഫുള്ള് പറയുന്നേ. ഏതൊക്കെ ഭയങ്കര ആഗ്രഹം ഷവായി ടിയാൻഡി ഇരുന്ന് കഴിക്കണമെന്ന്. അതുകൊണ്ട് നമ്മൾ ഷവായി. ഞാൻ പറഞ്ഞില്ല, നമ്മള് ടി ഷവായിൽ വന്നിരിക്കുകയാണ്. കൊച്ചു പിള്ളേരെ ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ വലിച്ചു കയറ്റാൻ നിർത്തില്ലേ, അതേപോലെ ഏതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെളുത്തുള്ളിയുടെ മണം. ശരി ഗൈസ്.